അപ്പോൾ നമ്മുടെ പരീക്ഷ കഴിഞ്ഞു ഗൈസ്. കെമിസ്ട്രി കഴിഞ്ഞു. കെമിസ്ട്രി കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മാത്സിന് ഇപ്പോൾ അധികം സമയമില്ല. പിറ്റേ ദിവസം തന്നെയായിരുന്നു മാത്സ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പഠിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഫോണുള്ളൂ. പിന്നെ ഈ രണ്ടിനും കൂടി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് കുഴപ്പമില്ല. എനിക്ക് മാത്സ് കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ എനിക്ക് എളുപ്പമാണ്, ഒരുവിധം അഡാപ്റ്റബിളാണ്. ബട്ട് കെമിസ്ട്രി എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എനിക്ക് ഇപ്പോഴും ആ റിഗ്രറ്റ് ഉണ്ട്. കാരണം അപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. കാരണം ഞാൻ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ച് ഇങ്ങനെ മൈൻഡ് വേറെ പോകുമ്പോൾ ഞാൻ വെറുതെ വ്ളോഗ് ചെയ്തത്. കാരണം വേറെ സ്ഥലത്തേക്ക് പോയാൽ പിന്നെ എൻ്റെ മൈൻഡിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓവർ തിങ്കിങ്ങിൻ്റെ അങ്ങേറ്റത്തിൽ ഞാൻ പോകും. പരീക്ഷയ്ക്ക് ടീച്ചറെ തെറി വിളിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അങ്ങനത്തെ വളരെ നല്ല സ്വഭാവമുള്ള കുട്ടി ആയതുകൊണ്ട് നമുക്ക് മാത്സ് പഠിക്കാം. ഓഫ് എന്താ രസമല്ലേ. സ്റ്റഡി ടേബിൾ കാണാൻ തന്നെ ഒരു ചന്തമുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ മുടി കിട്ടീസ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നലത്തേക്ക് ഭേദമാണ് ഇന്നത്തെ അവസ്ഥ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലത്തേക്ക് ഭയങ്കര ഭേദമാണ് ഇന്നത്തെ അവസ്ഥ. കാരണം ഇന്ന് എനിക്കൊരു സമാധാനമെങ്കിലും ഉണ്ട്. ഇന്നലെ എൻ്റെ മുഖം കണ്ടിട്ട് എല്ലാവരും ചോദിക്കണം എന്താ പറ്റി, എന്ത് പച്ചാൻ ഹജ്ജാതി പരീക്ഷ നിന്നല്ല. ഇത് ഇന്നിപ്പോൾ നമുക്ക് മാത്സ് ആണ്, വലിയ കുഴപ്പമില്ല. എന്നാലും പറ്റിയ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഈ ബാക്കിയുള്ളതൊക്കെ ഒരുവിധം എന്തൊക്കെയോ നോക്കിയിട്ടുണ്ട്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. സോ അപ്പം നമ്മൾ യൂണിഫോം കഴിഞ്ഞാൽ കുളിച്ചു. നിങ്ങൾക്ക് 2 പരീക്ഷകളിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയണമെങ്കിൽ എനിക്കിതൊക്കെ അറിയണം. ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയാനും. മാത്സ് നന്നാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം +1 +2കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു മാത്സ് വാസ് ദ ഹൊറിബിൾ എക്സാം. സോ എനിക്ക് നല്ല പേടിയുണ്ട്. ബട്ട് എന്ത് വന്നാലും ഫേസ് ചെയ്യണമല്ലോ. 100% വിജയം. അതിൽ കുറഞ്ഞതൊന്നുമില്ല. അങ്ങനെ കുറച്ച് ബ്ലഷ് ഇടാം. സാധിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സാധിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ. ഹലോ, അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ള അവരെന്തിനാണ് ഈ പേപ്പർ ഇട്ടേ എന്നുള്ളത്. എനിക്ക് മാത്രമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഭൂരിഭാഗം പേർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ട്രിഗണോമെട്രിയുടെ ഇക്വേഷനൊക്കെ എവിടെയാണ് എനിക്കറിയില്ല. എന്തൊരു ഇക്വേഷൻ പഠിച്ചതൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ പഠിച്ചിട്ടാണ് പോയേ. പഠിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും തണ്ണൂല്ല. ഇത് ഇവിടെ ഇരുന്ന് പഠിച്ചിങ്ങോട്ട് പോയിട്ട് പിന്നെ മോമോട്ട് പഠിക്കാൻ പോയതൊന്നുമല്ല കേട്ടോ. ഈ സാധനമില്ലേ മാത്സ് ദ ഫോളോയിങ് പറഞ്ഞിട്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും. അതെന്താ അത്? ഇപ്പോഴും മനസ്സിലാത്തത് എന്താ അത്? അപ്പം ഇത്രയും നേരം പഠിപ്പിച്ചൊക്കെ വേറെ എന്തെങ്കിലും ആണോ? ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിട്ട് മൊത്തം ഞങ്ങൾ ഇന്ന് സോൾവ് ചെയ്യണം. ഇത്രയും ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അത്രയൊന്നും വന്നിട്ടില്ല. 10 വരെ കണ്ട പോലെ ഒന്നും അല്ല +1. അതൊന്നുമില്ല. വല്ലതും പഠിച്ചത് ഒന്നൂടെ. പഠിച്ചത് വന്നിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. വേറെ എവിടെ നോക്കിയോ എടുത്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ഇട്ടായിരുന്നു. ലാസ്റ്റത്തെ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും പറയാനില്ല, വളരെ മനോഹരം. ഇന്ന് ലൈൻസിൻ്റെ ഇക്വേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല. അത് ഞാൻ ഏതാ പാടുന്നില്ല, എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനായിട്ട് ഈ പേപ്പർ കണ്ടപ്പോഴേ എൻ്റെ പകുതി കറ്റിപ്പോയി. ഞാൻ എന്താ ചെയ്യേണ്ടത്? എവിടെ നിന്നാ തുടങ്ങുക? എങ്ങനെ അവസാനിപ്പിക്കും? പഠിച്ച് വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എൻ്റെ പകുതി കറ്റിപ്പോയി. അപ്പോൾ ഞാൻ പഠിച്ച് തന്നെ ഞാൻ മറന്നുപോയി തുടങ്ങി. അത് മറന്നു പോകാണ്ടിരിക്കാൻ ഞാൻ ഉള്ളത് എന്തെങ്കിലും വെച്ച് എഴുതാന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ കിടന്ന് കാണിച്ചത്. ഇതിലും എന്തൊന്നും വരാനില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ട്. ദൈവമേ, ഇത്
ഇത്രയും വളരെ നല്ല ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ടെസ്റ്റിലുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അമേസിങ് ആയിരുന്നു. ഞാൻ ഇന്നലെ വിചാരിച്ചു കെമിസ്ട്രി എന്തൊക്കെയോ ആയി, ഓക്കെ പോട്ടെ, നമുക്ക് മാത്സിൽ പിടിക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലും വളരെ മനോഹരമായി ഞാൻ എന്നാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് എനിക്ക് അറിയാത്ത. മാത്സ് പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പാടാൻ ഞാൻ അറിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ +2കാർ ഇന്നലെ ആയിരുന്നു തോന്നുന്നു അവരുടെ മാത്സോ ഫിസിക്സ് പാടാമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്സും ഒരു ചേട്ടന്മാരിങ്ങനെ പോകുമ്പോൾ അവർ പറഞ്ഞു ആരാടാ അങ്ങനെ അത് ഞാൻ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, +2 അല്ലേ, +2 ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനൊരു പേപ്പറിനെ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല പഠിച്ചത്. ഇക്വേഷനൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത, ബാക്കി എന്ത് ഞാൻ സഹിക്കുക, എവിടെ എന്തൊക്കെയാണ് പറയണതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയാണ് ഇക്വേഷൻ വന്ന് കിടക്കുന്നത്. എത്ര പാടാൻ കൂട്ടിച്ചേർത്ത് ഞങ്ങളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയേക്കുന്നത്, അതൊന്നും പറഞ്ഞു തരാമോ? എനിക്ക് മാത്രമാണ് ഇങ്ങനെ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അധികം തലിച്ചലക്കാത്തത്. കാരണം നിങ്ങൾക്കൊക്കെ അത്യാവശ്യം നന്നായിട്ടാണെങ്കിൽ എനിക്കറിയില്ലല്ലോ. ഞങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നപ്പോൾ പേപ്പർ കൊണ്ടുവന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പേപ്പർ ഇത്രയും ടഫായപ്പോൾ എന്തെങ്കിലും ഹെൽപ്പിങ്ങിന് എന്തെങ്കിലും വല്ല ക്വസ്റ്റ്യൻ്റെ വല്ല കാര്യം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വല്ലതും ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ആക്കി ഞാൻ വിചാരിച്ചു. ആളുണ്ട് പറയാം, ഈ ക്വസ്റ്റ്യനില്ലേ, ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണതും ഇമേജിൽ കൊടുത്തേക്കണ GDയും വാല്യൂ വ്യത്യാസമെന്ന് പറഞ്ഞിട്ട് അത് വെട്ടി തിരുത്തി എഴുതാനായിട്ടാണ് ആൾ വന്നത്. ആൾ വന്നപ്പോൾ ഞാനിങ്ങനെ ആളെ ഒന്ന് എനിക്കത് നമിക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് തന്നെ തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണ്, നല്ല ടഫായിരുന്നു. ഇത് പിന്നെയും കുഴപ്പമുണ്ടായില്ല. ഈ പെട്ടിയാണ് എന്നെ, പെട്ടിയിൽ വല്ല മാർക്ക് കിട്ടിയാൽ മതിയെന്നല്ലേ, പിന്നെ പാസ്സായാൽ മതി. എനിക്കിപ്പോൾ അത്ര പറയാനുള്ളൂ, പാസ്സെങ്കിലും ആവണം. ഞാൻ പറയാം, പരീക്ഷയ്ക്ക് കയറുമ്പോൾ മിക്കവരും ഞങ്ങൾ ഗേൾസ് നമ്മളിങ്ങനെ കൂടി സംസാരിക്കും, ബോയ്സൊക്കെ ഉണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുന്നത് ഡബിൾ പാസ് കിട്ടിയാൽ മതി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് മാത്സ് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും മാത്സ് ആയതുകൊണ്ടും ട്രിഗ്നോമെട്രി അതും ഇതൊക്കെ അത്യാവശ്യം ടഫ് ആയതുകൊണ്ടും കുത്തിരുന്ന് കുറേ പേര് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡബിൾ പാസ് ഇങ്ങനെയൊക്കെ ആയാൽ മതിയെന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പാസ്സാവൂ ആ ടൈപ്പിലാണ്. കാരണം അപ്പോൾ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോൾ വീഡിയോ ഇപ്പോൾ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ തന്നെ വീഡിയോ ഇടുമ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ പറയേണ്ടത്. എനിക്ക് വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. ആരാണ് പേപ്പർ ഇട്ടെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അതുകൊണ്ട് മാത്രം എപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരുപാട് പിള്ളേരുടെ പ്രാക്കുണ്ടാകും, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല. സോ എനിക്ക് വളരെ പാട്. അപ്പോൾ കുറച്ച് എനിക്ക് നല്ല ഇത് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. സോ ഇത്രയും വലിയ നല്ല കാര്യം ചെയ്തു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ആരാണെങ്കിലും നല്ല മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാവും. മറക്കില്ല ഞാൻ ഡയറി വെച്ചിട്ട് വന്നങ്ങനെ എൻ്റെ ലൈഫിലെല്ലാം നല്ല കാര്യങ്ങൾക്കും ഡയറി ഇടാറുണ്ട്. വളരെ നല്ല കാര്യമായിരുന്നു. ഇത്രയും എളുപ്പമുള്ളൊരു പേപ്പർ. അപ്പം അത്രയൊക്കെ ഉള്ളൂ, ഇനി അധികം എനിക്ക് പറയാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞോ? സോ താങ്ക് യു. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടി. എൻ്റെ പോലെ തന്നെ ആണെന്നും പറയാം.